രീതിയിൽ തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന കേസ് സുപ്രീം കോടതിയിൽ എത്തിച്ചതിന് വികടരോട് മലങ്കര മക്കൾ നന്ദി പറയണം. 17-ാം തീയതി ചൊവ്വാഴ്ച സുപ്രീം കോടതിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ആവശ്യമായ തെളിവുകൾ യാതൊരു ക്ലേശവുമില്ലാതെ ലഭ്യമാക്കി എന്നുള്ളതാണ് പാത്രിയാർക്കീസിന്റെ സന്ദർശനം കൊണ്ടുണ്ടായ വൻ നേട്ടം. സഭയുടെ ഐക്യം അതാണ് സുപ്രീം കോടതി ഏറ്റവും ഊന്നി പറഞ്ഞത്. അത് ആദ്യമേ കരീം പാത്രിയാർക്കീസ് നിരാകരിച്ചു. സഭാ തർക്കത്തിൽ സുപ്രീം കോടതിക്ക് കാര്യമില്ലെന്ന് ഇന്ത്യൻ മണ്ണിൽ നിന്നും ഒഴിഞ്ഞ പാത്രിയാർക്കീസ് സ്വയം കുഴി തോണ്ടി. 2017 വിധിയിൽ മലങ്കരയിൽ ഒരു ശമാശനെ പോലും വാഴിക്കാൻ അധികാരമില്ലാത്ത പാത്രിയാർക്കീസ് കൊച്ചിയെ കാതോലിക്കയായി വാഴിക്കുമെന്ന പ്രസ്താവനയിലൂടെ നിലവിലുള്ള സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം മകുടം ചാർത്തിക്കൊണ്ട് കൊച്ചിയും കൂട്ടരും 1934 ഭരണഘടനയെ തൃണവൽക്കരിച്ചിരിക്കുന്നു. അത് നിസ്സാരമെന്ന് കൊച്ചിക്ക് തോന്നുന്നത് ആപത്തു വരുത്തിയ ഇരുട്ടുകൊണ്ടാണ്. എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ അധ്വാന ഭാരം ലഘൂകരിച്ച് തന്നതിന് പാത്രിയാർക്കീസിന് നന്ദി പറഞ്ഞേ പറ്റൂ. ആഗ്രഹിച്ചതെല്ലാം തന്നെ ഒറ്റ താളത്തിലാക്കി മുന്നിലെത്തിച്ച പാത്രിയാർക്കീസിനോട് എങ്ങനെ നന്ദി ചൊല്ലേണ്ടു എന്നറിയാതെ വിഷമിക്കുകയാണ് മലങ്കര മക്കൾ. പാത്രിയാർക്കീസ് വലിയ സംഭവമാണ് എന്ന് കരുതിയിരുന്ന സാധാരണക്കാരന് മനസ്സിലായി ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് എന്ന്. ഒരു ഇടവക പള്ളിയിലും കയറാനാകാതെ പാത്രിയാർക്കീസ് ഇടവഴി വഴി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ പൗരൻ എന്ന് പറയപ്പെടുന്ന പാത്രിയാർക്കീസ് ഈ സമയത്ത് സിറിയയിൽ എത്തിയെങ്കിൽ അത് അമേരിക്ക ഗൗരവത്തിലെടുക്കാതിരിക്കില്ല. എന്നാൽ സിറിയയിൽ പോയതായി തെളിവൊന്നും കാണിക്കാൻ ഇവിടുത്തെ വികട അടിമകൾക്ക് സാധിച്ചിട്ടുമില്ല. കുറച്ചു ദിവസത്തേക്ക് ആരും പ്രത്യക്ഷപ്പെടില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാരും താല്പര്യപ്പെടുന്നില്ല. അത് ഇതിനോടകം തന്നെ പാത്രിയാർക്കീസിന് തിരിച്ചറിഞ്ഞു കാണും. പാത്രിയാർക്കീസിന്റെ സന്ദർശനം ജ്ഞാനായ സമുദായം അറിഞ്ഞതേയില്ല. അറബിയുടെ ധാർഷ്ട്യം പണ്ടത്തെ പോലെ മലങ്കരയിൽ ഇനി പച്ച പിടിക്കില്ല. അറബിയിൽ കാച്ചി വിടുന്നത് സുറിയാനിയാണെന്ന് വിശ്വസിക്കുന്ന പച്ചപ്പാവങ്ങളായ വികടരെ ഇനി അധിക കാലം പൊട്ടം കളിപ്പിക്കാമെന്ന് പാത്രിയാർക്കീസ് സ്വപ്നം കാണേണ്ടതില്ല. അവസാനം കരീം പാത്രിയാർക്കീസ് മലങ്കരയിൽ നിന്നും ആനകളില്ലാതെ അമ്പാരിയില്ലാതെ അനാഥത്വത്തിന്റെ അവശതകൾ ഏറ്റുവാങ്ങി യാത്രയായിരിക്കുന്നു.